ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യൽ സ്വാഭാവികമായിട്ട് നടപടികളൊക്കെ നടത്തിയിരുന്നു. സർവത്ര ദുരൂഹത, മൊഴികളിൽ അടിമുടി ദുരൂഹത എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ പ്രജിത് മോഹനൻ ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. പ്രജിത്ത്, വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്ക് കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിൽ. ശ്യാമ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ തുടങ്ങിയ നടപടിക്രമങ്ങളാണ്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലാണ് ഒടുവിലൊരു അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ SITക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ നിലനിന്നാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ അറസ്റ്റ് ചെയ്യാൻ വൈകിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള അവസരമൊരുക്കിയെന്നുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഒക്ടോബർ 6-നാണ് ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നത്. അതിനുശേഷം 10 ദിവസം ആയതിനു ശേഷമാണ് ഈ കേസിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആളും, അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കുറ്റവാളി എന്ന് പറയാമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആരോപണം നേരിടുന്ന ആളും, അതേസമയം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രതിസ്ഥാനം സ്വർണ്ണക്കവർച്ചയിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന പ്രതി നമുക്ക് പറയാവുന്ന ആളും കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും വളരെ നാടകീയമായിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം നിലനിന്നിരുന്നു. ആ ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടി. ഇപ്പോൾ രാവിലെ 10 മണിയോടെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ രാത്രി ഇത്രയും വൈകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കേസെടുത്ത് FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത് ദിവസം 5 കഴിഞ്ഞപ്പോഴാണ് ഈ നടപടിയിലേക്ക് കടക്കുന്നത്. അതും വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉയരാനുള്ള സാധ്യതയും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഈ ഉലകം മുഴുവൻ ചുറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിച്ചത് എന്തിനാണെന്ന ചോദ്യമൊക്കെ ബാക്കിയുണ്ട്. ശ്യാമ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. കാരണം ഈ കേസിൽ ഇത്രയും വലിയൊരു തട്ടിപ്പ്, ആസൂത്രിതമായ തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് പിന്നീട് പുറത്തു വരുന്നു. അത് പുറത്തു വന്നതിന് ശേഷവും ഈ കേസിൽ ഏറ്റവും നിർണായകമെന്ന് പറയാവുന്ന ഈ കേസിൽ തെളിവ് നശിപ്പിക്കാൻ കഴിവുള്ള, ഉന്നതങ്ങളിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്നും ചിത്രങ്ങൾ പോലെ എടുക്കാൻ കഴിവുള്ള, ദേവസ്വം മന്ത്രിയെ വരെ സ്വാധീനിക്കാൻ ശേഷിയുണ്ടെന്ന്, ദേവസ്വം ബോർഡ് അംഗങ്ങളെ വരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്ര ദിവസം പുറത്തുവിടാൻ എന്തുകൊണ്ട് SIT അനുവദിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒക്ടോബർ 6-ന് ഹൈക്കോടതി ഉത്തരവ് എന്തുകൊണ്ട് SIT അനുവദിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒക്ടോബർ 6-ന് ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിന് മുൻപ് തന്നെ ദിവസങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേണമെന്ന് വെച്ചാൽ തന്റെ എല്ലാ തേച്ചു കളയാനുള്ള ഒരുപാട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ വശത്ത് നിന്നുള്ള ഏതെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേഖകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇത്രയും വൈകി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും പുതിയ കാര്യം എന്നുള്ളത്. ഈ ഘട്ടത്തിൽ ഇനി അറിയേണ്ടത് ഇത് തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ മുതൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ തിരുവനന്തപുരം ഈഞ്ചയിലുള്ള ഈ ഓഫീസിലുണ്ട്. ഇവിടെ നിന്നും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് ഇറക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. ഒരു വൈദ്യപരിശോധന നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ, അതോ ഇനി പത്തനംതിട്ടയിൽ നിന്നും ഈ കേസ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ IPS അദ്ദേഹം ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം മാത്രമായിരിക്കോ തുടർന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇപ്പോഴും നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്. അല്ല, ഈ ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നു പ്രജിത്ത് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റിയവരാരൊക്കെയാണ്? ഒരു സുപ്രഭാതത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തേക്ക് അങ്ങ് എത്തി ഇത്രമേൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ നിമിഷം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അടിമുടി ദുരൂഹതയാണ്. ഈ മൊഴിയെടുപ്പിൽ ഉടനീളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച മൊഴികളിലുടനീളം ദുരൂഹതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി കൂടി ഈ ഒരു നിലപാടിന്, അല്ലെങ്കിൽ ഈ ഒരു സുപ്രധാന ചുവടുവെപ്പിനെ നോക്കിക്കാണേണ്ടി വരില്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ശർമ്മ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു ശരി, പിന്നീട് ഇപ്പോൾ SIT പല കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്നുള്ളത് തന്നെയാണ്
അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിന് വലിയ നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യവും ഷാമിന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും ഈ പൊരുത്തക്കേടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ പലതവണയും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം ആവർത്തിച്ച് ഈ അന്വേഷണ സംഘത്തിൽ നിന്നുള്ള പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ. വിജിലൻസ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ഇതിൽ തനിക്ക് ഒരു പങ്കുമില്ല, തനിക്ക് Perfect match. Perfect life. Find your perfect partner on mformarry.com. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. iPhone 16e, 16 പ്ലസ് എന്നിവയിലുണ്ട് ബ്ലോക്ക് ബസ്റ്റർ പ്രൈസസ്. ജിയോ മാർട്ടിന്റെ ജിയോത്സവിലുണ്ട് കിഡിലൻ ഡീൽസ്. പിന്നെ അടിപൊളി റേഞ്ച്. കാരണം ഇന്ത്യക്ക് വേണം കൂടുതൽ, അല്ലെങ്കിൽ അവർക്കെതിരെ കൂടി FIR ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു ഗൂഢാലോചന കണ്ടെത്തുന്നതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണ കവർച്ചയിൽ തനിക്കൊരു പങ്കുമില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ ഗൂഢാലോചന നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഒപ്പിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനും പിന്നീട് അത് സ്വർണ്ണപ്പാളികളിൽ പേര് മാറ്റുന്നത് ചെമ്പാക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു കുരുക്കിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ, ചിരഞ്ജീവി അടക്കം പുറത്തുവിട്ട ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരമൊരു നടപടിയിലേക്ക്, ഇത്തരമൊരു അറസ്റ്റിലേക്ക് SIT അവസാനം എത്തിച്ചേരുന്നതിന്റെ അതിൽ സമ്മർദ്ദമായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ കണിശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, കണിശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം ഒടുവിൽ SIT ഈ ഒരു അറസ്റ്റിലേക്കെങ്കിലും പോകുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ കോടതിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം ഈ കേസിൽ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഉണ്ടാകില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ അറസ്റ്റ് നടപടികൾ ഇതിലും വൈകിയത്. അതോടൊപ്പം തന്നെ ഇതിലെ അന്വേഷണത്തിൽ പലതും ഈ തെളിവുകൾ നശിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ട് പോലും കേസെടുത്ത് 5 ദിവസം കാത്തിരിക്കുകയാണ്. ഈ ഉലകം ചുറ്റൽ മുഴുവൻ നടത്തിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ഈ അന്വേഷണ സംഘം തയ്യാറായത്. അതവിടെ ഒരു ഭാഗത്തുണ്ട്. എങ്കിൽ പോലും ഇനി കിട്ടേണ്ടത് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ആ ഉത്തരങ്ങൾ ലഭിച്ചാൽ മാത്രമേ എത്രത്തോളം വലിയ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് ഇവിടെ നടന്നതെന്ന് ആ ചിത്രം സമഗ്രമായി തന്നെ തെളിയുകയുള്ളൂ.